സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത് നമുക്ക് 4 ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിട്ടോ. ഇതിപ്പോൾ നമുക്ക് ബ്ലൂവിൽ വന്നിട്ട് ഇതിൻ്റെ യോക്കിലേക്ക് കാന്തായി എംബ്രോയ്ഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ചെറിയ ചെറിയ സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ബോട്ടവും അതുപോലെ തന്നെ നമുക്ക് ക്രോഷ്യോ വർക്ക് ചെയ്തിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള യെല്ലോ ആൻഡ് വൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ലാവൻഡറും വൈറ്റ് കളറിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെഡാണ് വരുന്നത്. റെഡിൽ ആ ഒരു ബ്ലൂ കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സൽവാസിൻ്റെ ഒക്കെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഫസ്റ്റ് കളർ നമുക്ക് ബ്ലൂ ആൻഡ് വൈറ്റിലാണ് വരുന്നത്. എന്നിട്ട് ഇതിലെ കാന്തായി എംബ്രോയ്ഡറി ചെയ്തത് ഇങ്ങനെയാണ്. കാന്തായി എംബ്രോയ്ഡറി നമുക്ക് യോക്ക് ഫുൾ വന്നേക്കുന്നത്. ആ പ്രിൻറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത്. റെഡ് കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു എംബ്രോയ്ഡറി പോയേക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഷിഫോൺ ദുപ്പട്ടയാണ്. എന്നിട്ട് ഇതിൽ ക്രോഷ്യോ വർക്ക് ചെയ്തേക്കാണ്. 4 സൈഡിലും നല്ല രസമായിട്ടുള്ള ക്രോഷ്യോ വർക്കും ബ്രഷ് പെയിനും ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം ആണ് കൊടുത്തേക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആൻഡ് വൈറ്റ് കളറിലാണ് ഈ ഒരു സെറ്റ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഡിഫറൻസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാന്തായി എംബ്രോയ്ഡറി ആണ്. ഇതിൻ്റെ കാന്തായി എംബ്രോയ്ഡറി നമുക്ക് വന്നേക്കുന്നത് ഡാർക്ക് പിങ്ക് ടോണിലാണ് ത്രെഡ് യൂസ് ചെയ്തേക്കുന്നത്. വൈറ്റ് കോട്ടൺ ബോട്ടവും ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഭംഗിയായിട്ടുള്ള ലാവൻഡർ ടോണിലാണ് ഇത് വരുന്നത്. എന്നിട്ട് നമുക്ക് യോക്കിലെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് നമുക്ക് എംബ്രോയ്ഡറി വന്നേക്കുന്നത്. ദുപ്പട്ടയും ഫുള്ളായിട്ടും പ്രിൻറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ബ്രഷ് പെയിൻറ്റും ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഭംഗിയായിട്ടുള്ള റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സൽവാർ സെറ്റ് വന്നേക്കുന്നത്.